ഇന്ന് നമ്മൾ ഏത് വികസന പദ്ധതി കൊണ്ടുവന്നാലും, ആയിരക്കണക്കിന് വികസന പദ്ധതി കേരള സംസ്ഥാനത്ത് കൊണ്ടുവന്നു, എല്ലാ നിയമസഭാ മണ്ഡലത്തിലും കൊണ്ടുവന്നു. പക്ഷെ അതെല്ലാം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇന്ന് UDFും BJPയും അതിനെ എതിർക്കുകയാണ്. ഞാൻ കാണുന്നത് ഈ കാര്യത്തിൽ, ഈ വികസനത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന കാര്യത്തിൽ UDFും BJPയും ഒരേ തൂവൽ പക്ഷിയാണ്. അത് യാതൊരു സംശയമില്ല. ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വികസനം നടത്തിയപ്പോൾ ഏതെങ്കിലും ഒരു വികസന കാര്യത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇന്ന് UDF ഇന്ന് സഹായിച്ചിട്ടില്ല, പിന്താങ്ങിയിട്ടില്ല, സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് സംസ്ഥാനത്തിന്റെ അർഹതപ്പെട്ടതും അതിന് രാഷ്ട്രീയമായി ആണ്, വിരോധത്തിന്റെ പേരിലാണ് അതിനെ തകർക്കുന്നത്. അത് BJP ആണെങ്കിലും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ BJPയുടെ കാര്യം എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഒരു സ്വകാര്യ ചാനലിൽ ആ ടൂറിസം മന്ത്രി, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള തൃശ്ശൂരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞു, 2026 ബഡ്ജറ്റിൽ കേരളത്തിൽ ഒരു എയിംസ് പ്രഖ്യാപിക്കും എന്ന് പറയുകയുണ്ടായി. അത് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഞാൻ ഇനി വോട്ട് ചോദിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇന്ന് കാണുവാൻ കഴിഞ്ഞത് എന്താണ്? ഇന്ന് BJP നേതാക്കന്മാര് കേരളത്തിലുള്ളവരും പുതിയതായിട്ടൊക്കെ BJPയിലേക്ക് വന്നവരൊക്കെ വലിയ വിഷമത്തിലാണ്. എന്താണ്? ഇവിടെ പ്രധാനമന്ത്രി വരുമ്പോൾ ആദ്യമേ പ്രതീക്ഷിച്ചത് ബഡ്ജറ്റിൽ പദ്ധതികൾ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ ബഡ്ജറ്റിൽ കണ്ടില്ല എന്ന് മാത്രമല്ല, അതല്ല, പ്രധാനമന്ത്രി വരുമ്പോൾ വലിയ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് കേരളത്തിന് വേണ്ടി. ഒരു ചുക്കും ഉണ്ടായില്ല. ഒന്ന്, അവർക്ക് ഇപ്പോൾ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. വളരെ വ്യക്തമാണ് കേരളത്തിന്റെ പുരോഗതി ഇവിടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ ഉത്തരവാദിത്വം മാത്രമാകണം. ഏതെങ്കിലും ഒരു വികസനം നടന്നാൽ അതിനെ തകർക്കണം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് UDFും BJPയും പോകുന്നത്. ഇവിടെ നമുക്കറിയാവുന്ന പോലെ, ഇപ്പൊ ഞാൻ ഈ പാലായിൽ നിൽക്കുമ്പോൾ, പാലായില് പലപ്പോഴും വികസനത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം, പാല എന്ന് പറയുന്ന പട്ടണം ഇന്ന് ലോകത്തുള്ള മലയാളികളുടെ ഹൃദയത്തിലേക്ക് ചെന്നെത്തിച്ചത് അത് KM മാണി സാറാണ്, അല്ലേ? ഇതൊരു മോഡലായിട്ട് പാല വികസനം നിന്നിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു 5 വർഷക്കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനോ തൊട്ട് കാണിക്കാനോ പ്രാദേശികമായ ഒരു പദ്ധതിയെങ്കിലും എടുത്തു പറയാൻ ജനപ്രതിനിധിക്കുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയും ഇവിടെയുള്ള ഭരണത്തിലിരിക്കുന്ന നേതാവ് അതിനെ തടസ്സപ്പെടുത്തുകയാണ് എന്ന് പറയും. ഇവിടെ തൊട്ടടുത്തുള്ള ഹൈവേ ഇവിടെ വന്ന ഒരു 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 നിർദ്ദേശം പറഞ്ഞത്, ഇവിടെ വന്നപ്പോൾ പ്രമുഖരുമായി സംസാരിച്ചപ്പോൾ ഒരു നിർദ്ദേശം വന്നത്, ഈ പാരലൽ റോഡ് അല്ലെങ്കിൽ നമ്മുടെ ബൈപ്പാസ് റോഡ്, ആ റോഡിന്റെ അവസാനം അതൊരു വൈഡനിങ് ഉണ്ട്, അത് ഏറ്റെടുക്കേണ്ടതുണ്ട്. കോമളം ഹോട്ടൽ എന്ന് പറയുന്ന നമ്മുടെ 140ഓളം തൂണുകളുള്ള നമ്മുടെ റിവർ വ്യൂ റോഡിന് 2 സെന്റ് സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ കളരിയാമ്മാക്കൽ പാലവുമായി ബന്ധപ്പെട്ട അതിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ട്, ഇതൊക്കെ മാണിസാർ ഉള്ളപ്പോൾ ബൃഹത്തായി എടുത്തൊരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ 90% തീർത്തു. 10% തീർക്കാത്തത് ജോസ് കെ മാണിയാന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ ആരംഭിച്ച് 90% തീർത്ത ഒരു കാര്യം ഞാൻ ഞെരുക്കി കൊല്ലാൻ ശ്രമിക്കുമോ? ഇത് ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയട്ടെ. ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, എത്ര അവലോകന യോഗത്തിൽ അദ്ദേഹം പോയി സംസാരിച്ചിട്ടുണ്ട്?
നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. ജില്ലാ അവലോകന യോഗം കളക്ടർ MLA-മാരെ വിളിച്ചത്, MLA ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്, MLA-മാരെ വിളിച്ചു കൂട്ടും. ആ MLA-മാരെ വിളിച്ചു കൂട്ടിയിട്ട് ഓരോ പ്രോജക്റ്റിനെ പറ്റി ജില്ലാ വികസന സമിതി യോഗം കൂടുമ്പോൾ അവിടെ MLA-മാർ എല്ലാ മാസവും കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടോ? അവിടെ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടോ? വ്യക്തിപരമായ MLA ആയിട്ട് എനിക്ക് വലിയ നല്ല അടുപ്പമുണ്ട്, സ്നേഹമുണ്ട്. ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. നിങ്ങൾ കാണുന്നല്ല, ഞങ്ങൾ എപ്പോഴും സംസാരിക്കുകയും ഇരിക്കുകയും ഒക്കെ. ഒരു പ്രാവശ്യം എന്നോടൊന്ന് പറയട്ടെ, ജോസ് കെ മാണി ഇങ്ങനെ, എന്നെ ജോമോനെന്നാണ് വിളിക്കുന്നത്, ഇങ്ങനെയൊരു വിഷയമുണ്ട്, നമുക്കൊന്ന് ഇടപെട്ടാലോ, നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചു. ഒരു MLA സംബന്ധിച്ചുള്ള MLA-ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, MLA-ക്ക് ഒരു ലോക്കൽ സ്റ്റാൻഡിംഗ് ഉണ്ട്. ആ ലോക്കൽ സ്റ്റാൻഡിംഗ് അനുസരിച്ച് അവരൊക്കെയാണ് ഒരു ഉത്തരവാദിത്വമുള്ളത്. ഒരു MP എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണെന്ന് ഒരു MP എടുത്തു കൊടുത്താലും അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം MLA കൊടുക്കുന്നതിനാണ് കൂടുതൽ പരിഗണന. അപ്പോൾ അത് ഒരു യോഗം കൂടേണ്ടതും അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തേണ്ടതും ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. ചെയ്യാതെ വന്നിട്ട് ബാക്കിയുള്ളവരെ എല്ലാം പരിചാരിച്ച് ഇങ്ങനെ നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് വരികയാണ്. ഒരു നുണപ്രചരണങ്ങൾ നടത്തുക. ഇവിടെ ഫാസിസം ഉണ്ടായാലും കുഴപ്പമില്ല, ഇവിടെ വർഗീയ കലാപം ഉണ്ടായാലും ഈ സംസ്ഥാനത്തുണ്ടായാലും കുഴപ്പമില്ല, ഇവരെ വികസനമില്ലായാലും കുഴപ്പമില്ല. അവരുടെ ധനിയിൽ ജോസ് കെ മാണിയാണ് കുഴപ്പമില്ല. എന്ത് കുഴപ്പം? മാധ്യമങ്ങളിൽ. അപ്പൊ ഞാനൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ വികസന കാര്യങ്ങൾ പ്രമുഖരായിട്ടുള്ളവർ, അംഗൻവാടി ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, കുടുംബശ്രീ ആളുകളുണ്ടായിരുന്നു, മറ്റുള്ളവരുണ്ടായിരുന്നു. അവരൊക്കെ ഈ യോഗത്തിലൊന്ന് ഓരോ വികസന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതൊരു ടോപ്പിക് ആയതുകൊണ്ട് മാത്രമാണ് ഈ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത്. അല്ലാതെ സാധാരണ രീതിയിൽ ഞാനിത് പറയാൻ ആഗ്രഹിക്കും. ഇത്രയും നാളുണ്ടായിട്ട് ഞാൻ ഈ കാര്യമൊന്നും നിങ്ങളോട് സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ ഇത് ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ഞങ്ങൾക്ക് ഈ ജാതിയിൽ കൂടെ പോകുമ്പോൾ പ്രതികരണം അനുസരിച്ച് തീർച്ചയായും ഒരു മൂന്നാം ഭരണത്തിലെ ഇടതുപക്ഷ ഭരണത്തിലേക്ക് ഈ സർക്കാർ പോകും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇടതുപക്ഷം. ഇനി എങ്ങനെ വേണം കേരള സംസ്ഥാനം മുന്നോട്ട് പോകേണ്ടത്, അതിൻ്റെ തയ്യാറെടുപ്പിലാണ്.